Hi, welcome back to BeLikeButterflies. In this video, we will easy smoky create function just look daily apply eye look smoky. Easy create kajal gel eyeliner അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാജൽ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടോ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഞെക്കുമ്പോൾ അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഏത് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴും നമുക്ക് കണ്ണിന് ആദ്യം ഒരു പ്രൈമറോ കൊടുക്കണം. പ്രൈമറോ അല്ലെങ്കിൽ ജസ്റ്റ് ഫൗണ്ടേഷനോ കൺസീലറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കോമ്പാക്റ്റ് പൗഡറാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. അതായത് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കാജൽ സ്റ്റിക്കാണ്. ഇത് കൊളോസൽ കാജലാണ്. മെബിലിൻ്റെ കൊളോസൽ കാജലാണ്. എല്ലാവർക്കും അറിയാം കൊളോസൽ കാജലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് സാധാരണ കൺമഷി ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കാജൽ ജെല്ലാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. മെബിലിൻ്റെ കൊളോസൽ കാജലാണ് കേട്ടോ. അതറിയാലോ എല്ലാവർക്കും, നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല സ്റ്റിക്കാണ്. ഇതിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ എൻഡിന്ന് ചെയ്യാതെ പകുതി തൊട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് ഇതുപോലെ തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ കോർണറിൽ മുട്ടണ്ട, അല്ലാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ണിൻ്റെ താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ബഡ്സ് ഉപയോഗിക്കുക കേട്ടോ. ബഡ്സ് ഉപയോഗിച്ചാൽ നല്ല ഫിനിഷിംഗ് ഇത് കിട്ടും. ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത്. കൈ കൊണ്ട് ഇത് നമുക്ക് എളുപ്പമാണ്. ഞാൻ അതിന് വേണ്ടി ബഡ്സ് ഒന്നും എടുക്കാൻ പോകണ്ടല്ലോ. ഇതിങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക. ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടി. ബഡ്സ് കൊണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലാവില്ല, ആ ഒരു ഉപകാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഐഷാഡോ ബ്രൗൺ ഐഷാഡോ എടുക്കുക. എല്ലാ ഐഷാഡോ പാലറ്റിലും ഉണ്ടാകും ബ്രൗൺ ഐഷാഡോ. അപ്പോൾ അത് എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഹുദാ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ ഷിമ്മറി ഷെയ്ഡ്സും ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിങ്ക്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട കളേഴ്സ് നമുക്ക് വേറബിൾ ആയിട്ടുള്ള എല്ലാ ഐഷാഡോ ഷെയ്ഡ്സും ഇതിൽ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം കേട്ടോ. നല്ല ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എടുക്കുന്നത് ദി ബ്രൗൺ ആണ്. ഇതിൽ 2 ബ്രൗൺ ഉണ്ട്. അതിൽ ദി ബ്രൗൺ ആണ്, കോക്കോ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഈ അറ്റത്തുനിന്ന്, അതായത് നമ്മൾ ഈ കോർണറിൽ നമ്മൾ ബ്ലാക്ക് മുട്ടിക്കരുത്, അതായത് കാജൽ മുട്ടിക്കരുത്. ആ
അതിൽ മുട്ടിക്കാതെ ഈ അറ്റത്ത് നമുക്ക് അതുപോലെ തന്നെ ഈ സൈഡും ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാജൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഐലൈനർ. ഇപ്പോൾ ഐലൈനർ ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ട്, അവർ ഐലൈനർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്മോക്കി ആക്കി എപ്പോഴും കാജൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഞാനിപ്പോൾ കാജലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കാജൽ ഇതുപോലെ മേളിലും താഴെ. ഇത് കാജൽ ഓപ്ഷണൽ മാത്രമാണ്, ചിലർക്ക് ഐലൈനർ ഇല്ലാതെ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒന്നില്ലെങ്കിൽ കാജൽ ഇതുപോലെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് മസ്കാര കൊടുക്കണം. മസ്കാര ഇല്ലാതെ കണ്ണിന് ഒരു ഭംഗി ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഐലാഷ് കേൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേഗയുടെ ഐലാഷ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല ഐലാഷ് കളറാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ മേബിലിൻ്റെ ഹൈപ്പർകേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി മസ്കാരയാണ്. അതായത് ഇതിൻ്റെ സ്പൂള് തന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കേളായി കിട്ടും. നമ്മുടെ ഐലാഷ് രണ്ട് എൻഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു മസ്കാരയാണ്. വാട്ടർ പ്രൂഫാണ്. പെട്ടെന്നൊന്നും കഴുകിക്കഴിഞ്ഞാൽ പോകത്തില്ല. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണേ, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ അതിലിങ്ങനെ കട്ട കുത്തി എഴുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാഷസിലാവും. അപ്പോൾ അത് വൃത്തികേടാവും. നമുക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് കണ്ണിലും മസ്കാര അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈസി ആയിട്ട് അങ്ങനെ സ്മോക്കി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത്. അതായത് കാജൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്ത പോലെ ബ്രൗൺ ഐ ഷാഡോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാജൽ മാത്രം വെച്ചിട്ടാണെങ്കിൽ സ്മോക്കി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ സ്മോക്കി ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ കാണിച്ചിരുന്നത്. അതായത് കാജലും ബഡ്സും വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്കൊരു ഐഷാഡോ പാലറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ ഐഷാഡോ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ജെൽ ഐലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.